പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാംലല്ലയുടെ ജന്മഗൃഹത്തിലെ ദർശനത്തിനും ആരാധനകൾക്കും ശേഷം റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. സീതാപൂരിലെ ദൗരാഹാര ഹെലിപ്പാഡിൽ നിന്നും അയോധ്യ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് റോഡ് മാർഗമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തുക. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അയോധ്യാപുരി ഒന്നാകെ പ്രധാന സേവകനെ കാത്തിരിക്കാൻ എത്ര മണിക്കായിരിക്കും പ്രധാനമന്ത്രി അയോധ്യയിലെത്തുക, രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുക? ഒപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ.പി. അല്പസമയത്തിനകം തന്നെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ അയോധ്യ ക്ഷേത്ര നഗരിയിലെത്തും. 7 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അയോധ്യയിൽ വിമാനത്താവളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ഏതു നിമിഷത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ രാമക്ഷേത്രത്തിൽ, ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തും. ഒപ്പം സുഗ്രീവ കോട്ട മുതൽ ലതാ മങ്കേഷ്കർ ചൗക്ക് വരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനായി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനായി ഇന്ന് രാവിലെ മുതൽ തന്നെ അയോധ്യയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അയോധ്യ ക്ഷേത്ര നഗരി പൂർണ്ണമായും പുഷ്പാലങ്കൃതമാണ്. ഒപ്പം രാമഭക്തർ, അയോധ്യ നിവാസികളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ വരവേൽക്കുന്നതിനായി അയോധ്യയുടെ വീതിയുടെ ഇരുവശവും ഒത്തുചേർന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അത്രയധികം ജനക്കൂട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനായി അയോധ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ വർഷം ജനുവരി 22-നാണ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയത്. അന്ന് ഒരു യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാംലല്ലയെ തൻ്റെ സ്വന്തം ജന്മഗൃഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. അതിനുശേഷം ഇന്നാണ് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രാമക്ഷേത്രം എന്നുള്ളത് BJPയെ സംബന്ധിച്ച്, നിലവിലെ കേന്ദ്ര സർക്കാരിന്, ഭരണ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന BJPയെ സംബന്ധിച്ച് വലിയധികം ജനപിന്തുണ നൽകുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം മുൻപ് രാമജന്മഭൂമി പ്രക്ഷോഭകാലം മുതൽ അതൊരു രാഷ്ട്രീയ അജണ്ടയായി എടുക്കുകയും രാജ്യത്തെ ഹൈന്ദവ സമൂഹം മുൻപോട്ട് വയ്ക്കുന്നതിന് സമാനമായി ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരണമെന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കുകയും പ്രകടന പത്രികയിൽ ജനങ്ങൾക്കത് കൃത്യമായി വാഗ്ദാനം നൽകുകയും ഭരണം ലഭിച്ചപ്പോൾ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുകയും ചെയ്തത് BJP തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദി ഹൃദയ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമജന്മഭൂമി ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിനപ്പുറത്തേക്ക് അതും കടന്നുകൊണ്ടൊരു വലിയ രാഷ്ട്രീയ വിഷയവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വലിയ ജനപിന്തുണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന നേതാവ്, അദ്ദേഹം ഈ ഒരു രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം അത് താനാണ് യാഥാർത്ഥ്യമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുൻപിലേക്ക് വന്നയാളല്ല. മുൻപ് ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം നടക്കുന്ന കാലം മുതൽ ആ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത്രയധികം വൈകാരിക ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് തന്നെ 2024 ജനുവരി 22-ന് രാംലല്ല വീണ്ടും സ്വന്തം ജന്മഗൃഹത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ ആ ഒരു ചടങ്ങിന് നേതൃത്വം നൽകാൻ, ആ ഒരു ചടങ്ങിൽ യജമാനന്റെ സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു നേതാവ് കൂടിയാണ് ഇന്ന് അയോധ്യ നിവാസികൾക്കിടയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വലിയ ആഘോഷത്തിലാണ് അയോധ്യ. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ന് ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും അയോധ്യാപുരി ഒരുങ്ങിക്കഴിഞ്ഞു. കാരണം അത്രമേൽ അയോധ്യ നിവാസികൾ ഒന്നാകെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കാരണം രാമക്ഷേത്രം ഇത്രത്തോളം ഹൈന്ദവ വിശ്വാസികളുടെ, ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഒരു സ്വപ്ന സാഫല്യമായി അയോധ്യ രാമക്ഷേത്രം ഉയരാൻ മുന്നിൽ നിന്ന സാരഥി തന്നെയാണ് നരേന്ദ്രമോദി എന്നുള്ള പ്രധാന സേവകൻ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ നഗരം എത്രത്തോളം പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ സുരക്ഷാ മുൻകരുതൽ നടപടികൾ ഒരുക്കിയിട്ടുണ്ട്, വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം എത്രത്തോളം ഹൃദയം കൊണ്ട് അയോധ്യ നഗരി ഒന്നാകെ ഈ പ്രധാന സേവകനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവരുടെയൊക്കെയും സന്തോഷവും ആഹ്ലാദവും എത്രത്തോളമാണ് ജിഷ്ണു?
കെ.പി. തീർച്ചയായും അയോധ്യ ക്ഷേത്ര നഗരം പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനായി ഈ ഒരു സന്ധ്യയിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. കെ.പി. സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലാണ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ആ ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ആ ഒരു സമയത്ത് കേവലം രാമഭക്തർ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഈ രാമജന്മഭൂമി പ്രക്ഷോഭവും രാമജന്മഭൂമി തർക്കവും നിലനിന്ന സമയത്ത് മസ്ജിദിന് വേണ്ടി വാദിച്ച വ്യക്തികൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിനായി അയോധ്യ എന്ന നഗരത്തെ എത്രത്തോളം ലോകോത്തര നിലവാരത്തിലേക്ക് ഈ ഒരു സമയത്ത് അദ്ദേഹം ഉയർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അയോധ്യ നിവാസികൾ ഒന്നായി, അത് ജാതി മത ഭേദമന്യേ മുഴുവൻ അയോധ്യ നിവാസികളും പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി എത്തിയിരുന്നു. അതിന് സമാനമായൊരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും അയോധ്യയിൽ കാണാൻ സാധിക്കുന്നത്. അത്രയധികം ആളുകൾ അയോധ്യയിൽ ലതാ മങ്കേഷ്കർ ചൗക്കിന് സമീപമുള്ള വീതിയിൽ ഇരുവശത്തുമായി ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഒരുക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യൻ സത്യേന്ദ്രദാസ് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട്. അതിന് അയോധ്യ മുഴുവൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതികരണമാണ് ആചാര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ആ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിന് കൂടെ നിന്ന നേതാവിന് അയോധ്യ നിവാസികൾ നൽകുന്ന സമ്മാനം തന്നെയാണത്. മനസ്സുകൊണ്ട് നൽകുന്ന സമ്മാനമാണ്. ഒപ്പം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം അടുത്ത ദിവസം, അതായത് മെയ് 13-ന്, ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെയ് 13-ന് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപോടി കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അയോധ്യ സന്ദർശനത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. വാരണാസിയിൽ ഇത് 3-ാം തവണയാണ് നരേന്ദ്രമോദി കളത്തിലിറങ്ങുന്നത്. 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വാരണാസി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇത് 3-ാം തവണ അദ്ദേഹം കളത്തിലിറങ്ങുമ്പോൾ മെയ് 13-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടി കൂടിയായിട്ടാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ ദർശനത്തിനെത്തുന്നത്. ഇന്ന് ഉത്തർപ്രദേശിൽ തന്നെ മറ്റ് 2 തെരഞ്ഞെടുപ്പ് റാലികൾ കൂടി പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദിവസം 3-ഓ അതിലധികമോ തെരഞ്ഞെടുപ്പ് റാലികളിലാണ്, പൊതുപരിപാടികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ഒപ്പം ഈ ഒരു വിഷയവും BJPയുടെ രാഷ്ട്രീയം സംബന്ധിച്ചു കൂടി വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകൾ, 2014-ന് ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഇവയിലെല്ലാം തന്നെ BJPക്ക് മികച്ച വിജയം കൈവരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നേതാവാണ്. ആ നേതാവിൻ്റെ ദേശീയ നിലപാടുകളും ജനപിന്തുണയുമാണ്. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ നേതാവിൻ്റെ കിരീടത്തിലൊരു പൊൻതൂവൽ, അല്ലെങ്കിൽ ആ ഒരു നേതാവ് എന്ന ഫാക്ടറിനൊപ്പം നിൽക്കാൻ മറ്റൊരു ഫാക്ടർ എത്തുന്നത് രാമക്ഷേത്രം എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹൈന്ദവ സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യം, അത് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രം. അത് യാഥാർത്ഥ്യമാക്കിയത്, വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കിയത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഫാക്ടറിനൊപ്പം തന്നെ BJPക്ക് രാമക്ഷേത്രം വലിയ ജനപിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് ആണെങ്കിലും മധ്യപ്രദേശ് കൂടാതെ രാജസ്ഥാനും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള